പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒരുപക്ഷെ ഇത് ഈ ദുൽഹജ്ജിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവായേക്കാം. അതായത് ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ആകാൻ സാധ്യതയുള്ളൊരു രാത്രിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണ്ടേ. ഈ ഒരു വർഷം അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അനുകൂലമാക്കിയിട്ടുണ്ടോ? ഈ വർഷം അനുകൂലമായില്ലെങ്കിൽ വരുന്നൊരു വർഷത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. നിരന്തരം പ്രശ്നങ്ങളുടെ പിന്നാലെ നമ്മളിങ്ങനെ ഓടേണ്ടി വരും. എന്നാൽ ഈ വർഷം ഒന്ന് സെറ്റായി കിട്ടിയാൽ, ഈ വർഷം അള്ളാഹു ഒന്ന് തൃപ്തിപ്പെട്ട് കിട്ടിയാൽ, ഇനി വരുന്നൊരു വർഷം ലൈഫ് കളറാകും. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുത നിസ്കാരം പറഞ്ഞു തരട്ടെ. 2 റക്അത്ത് മതി. 2 റക്അത്ത് ചെറിയൊരു നിസ്കാരവും ഒരു അത്ഭുത ദിക്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് രണ്ടും ഇന്നത്തെ രാത്രി നിങ്ങളൊന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാ ഈ വർഷം അള്ളാഹു അങ്ങ് ഏറ്റെടുക്കും. വരുന്നൊരു വർഷം സമാധാനവും സന്തോഷവും സാമ്പത്തികമായും എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കുന്നൊരു വർഷം പടച്ചോൻ അങ്ങ് തരും. ഇതിലപ്പുറം എന്താ വേണ്ടത്? അത് ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹ് മാറ്റിത്തരട്ടെ. പിന്നെ ലൈഫ് സെറ്റല്ലേ? ഇതൊരു പക്ഷേ ഈ കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്കായിരിക്കും നമ്മൾ കടന്നു ചെല്ലുന്നത്. ഈ വർഷത്തെ അവസാനത്തെ വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവാകാനുള്ള സാധ്യത ഏറെയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനും സ്വബാഹുൽ ഖൈറിലെ ഒരു അംഗമാണല്ലോ. അതായത് ഈ സ്വബാഹുൽ ഖൈറിൽ ജോയിൻ ചെയ്ത് സ്വബാഹുൽ ഖൈറിൽ പങ്കെടുത്ത് അൽഹംദുലില്ലാ പറയാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫ് സെറ്റാണ്. അൽഹംദുലില്ലാ. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ കൊല്ലം ഒരുപാട് അപകടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് ചില അപകടങ്ങൾ മരണസാധ്യതയുള്ള അപകടങ്ങളായിരുന്നു. എൻ്റെ വണ്ടി അത്യാവശ്യം തകർന്നു പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് അപകടങ്ങൾ അൽഹംദുലില്ലാ. അവിടെ നിന്നൊക്കെ പടച്ച റബ്ബ് അത്ഭുതം എന്നോണം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു അത്ഭുതം. പെട്ടെന്ന് ആരും പിടിച്ചു മാറ്റുന്നത് പോലെ പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അറിയാൻ പറ്റണില്ല. അതിൻ്റെ ഒരൊറ്റ കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. അൽഹംദുലില്ലാ. ഈ സ്വബാഹുൽ ഖൈറിൽ അൽഹംദുലില്ലാ പറഞ്ഞ് ഏത് കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടോ റബ്ബുൽ ആലമീനായ തമ്പുരാൻ എന്നെ കൈവിട്ടിട്ടില്ല, എനിക്കത് ഖൈറാക്കി തന്നിട്ടുണ്ട്. ഓരോരോ കമൻസ് ഇങ്ങനെ വരുമ്പോഴേ ജീവിതത്തിൽ അൽഹംദുലില്ലാ പറഞ്ഞ് ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും പല ആളുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ മനസ്സങ്ങ് നിറയാൻ, കണ്ണ് നിറയാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് സന്തോഷങ്ങൾ ഇതുപോലെ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ച രാവായേക്കാം ഈ കൊല്ലത്തെ. അപ്പോൾ ഇന്നത്തെ രാത്രി വല്ലാത്ത പ്രത്യേകതയുള്ള രാത്രിയാണ്. ദുൽഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹ് ആദരിച്ച മാസം അല്ലേ? അതിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച രാവിൻ്റെ ഒരു മഹത്വം എത്രയാണ്? ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ് അല്ലേ? ഒരുപാട് ദിക്റുകൾ ദുആകളൊക്കെ ചൊല്ലാനുണ്ട്. ഉസ്താദെ ഞങ്ങളെ കൊണ്ട് അതൊന്നും പറ്റൂല, എല്ലാം കൂടെ ചൊല്ലാൻ പ്രയാസമാണ് ഉസ്താദെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരി, അതൊന്നും വേണ്ട. വളരെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട്, വളരെ കുറച്ച് നേരം കൊണ്ട് 2 റക്അത്ത് നിസ്കാരവും ഒരു അത്ഭുത ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയാൽ അടിപൊളിയാണ്. ഈ കൊല്ലം അള്ളാഹു അങ്ങ് കളറാക്കി തരും. ഇനി വരുന്ന വർഷം ഈ കൊല്ലത്തിൻ്റെ ആ ഒരു സ്വീകാര്യതയുടെ ഫലം എന്നോണം വരുന്നൊരു കൊല്ലം നമുക്ക് അള്ളാഹു മനോഹരാക്കി തരും. എന്ത് രസമായിരിക്കും അപ്പോൾ വരുന്ന കൊല്ലത്തെ ജീവിതം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ഇത് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്ന നിസ്കാരം. അബൂബക്കർ സിദ്ദീഖ് അത് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ റളിയല്ലാഹു അൻഹു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയതായിരിക്കണം അല്ലേ? ഏതാണ് ആ നിസ്കാരം? ആ നിസ്കാരത്തിൻ്റെ പേര് തന്നെ സ്വലാത്തു തൗബ, തൗബയുടെ നിസ്കാരം എന്നാണ്. സത് തൗബക്ക് ഇങ്ങനെ നിസ്കാരമൊക്കെ ഉണ്ടോ? ഞങ്ങളിങ്ങനെ തൗബ ധാരാളം ചെയ്യാറുണ്ടെങ്കിലും തൗബയുടെ നിസ്കാരമൊന്നും കേട്ടിട്ടില്ല എന്നാണ്. തൗബക്ക് നിസ്കാരമുണ്ട്. സ്വലാത്തു തൗബ എപ്പോൾ നിസ്കരിക്കാൻ പറ്റും? അതെപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം, എന്ന് വേണമെങ്കിലും നിസ്കരിക്കാം. പിന്നെ
ഇപ്പൊ നമ്മൾ പ്രത്യേക ഒരു സമയത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ രാത്രിക്ക് വല്ലാത്തൊരു പോരിശയുണ്ട്. പിന്നെ എത്ര റക്അത്താണ്? ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഇത് നിസ്കരിച്ചാലുള്ള മഹത്വം എന്താ? ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആയിത്തീരും. അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആയിത്തീർന്നാൽ അൽഹംദുലില്ലാ എന്തൊരു സന്തോഷമാണ് ഈ കൊല്ലം. അള്ളാഹ് നമ്മളങ്ങ് ഏറ്റെടുക്കല്ലേ. അങ്ങനെ അള്ളാഹ് ഏറ്റെടുക്കുമ്പോൾ നമുക്കിനി വരുന്നൊരു കൊല്ലം എങ്ങനെയായിരിക്കും? സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, മക്കൾ നന്നാകുന്ന, മക്കൾ അനുസരിക്കുന്ന, സാമ്പത്തിക ഉയർച്ചയുള്ള, കച്ചവടത്തിൽ ലാഭമുള്ള, ജീവിതത്തിൽ മൊത്തം ഒരു സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇനി വരുന്നൊരു കൊല്ലം അള്ളാഹു തരും. എപ്പോ? ഈ നിസ്കാരം നിസ്കരിച്ച് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമ്മളിങ്ങനെ മാറുകയാണെങ്കിൽ അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഏറ്റവും നല്ല സമയതാണ്. ഏത് സമയത്ത് നിസ്കരിക്കാമെങ്കിലും പതിരാവിൻ്റെ യാമങ്ങളിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ സഹായം 1-ാം ആകാശത്തേക്ക് ഇറക്കിത്തരുന്ന മനോഹരമായൊരു നിമിഷമുണ്ട്. യാ ഇബാദി, യാ ഇബാദി, എൻ്റെ അടിമകളെ, നിങ്ങൾ എന്നോട് ചോദിക്ക്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ പാപം പൊറുക്കാൻ ഞാൻ തയ്യാറാണ്, നിങ്ങളുടെ കണ്ണീരൊപ്പാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാൻ ഞാൻ തയ്യാറാണെന്ന് റബ്ബുൽ ആലമീനായ തമ്പുരാൻ വിളിച്ചു പറയുന്ന നിമിഷമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിമിഷം അങ്ങ് വരുമ്പോൾ അതേതാണ്? അത് തഹജ്ജുദിൻ്റെ സമയം. ആ തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റിട്ട് ഈ നിസ്കാരം, സുന്നത്താക്കപ്പെട്ട തൗബയുടെ 2 റക്അത്ത് നിസ്കാരം, അല്ലാഹു തആലക്ക് വേണ്ടി ഖിബിലക്ക് അഭിമുഖമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ടങ്ങ് നിസ്കരിക്കുമ്പോൾ, യാ അല്ലാഹ്, ഞാനും എൻ്റെ തമ്പുരാനും, ഇല്ലേ, വേറെ ആരും വേണ്ട, വേറെ ആരും വേണ്ട, ഞാനും എൻ്റെ റബ്ബും മാത്രം. ആ വീട്ടിൽ എഴുന്നേറ്റിരിക്കുന്നത് എൻ്റെ റബ്ബും ഞാനും, വേറെ ആരുമില്ല. ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിന്നിട്ട് പൊട്ടിക്കരയാണ്, പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് 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 കരഞ്ഞ്. വല്ലാത്തൊരു നിസ്കാരം, വല്ലാത്തൊരു അനുഭൂതിയുടെ സമയം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക, വജ്ജഹത്ത് ഓതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക, ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത്, അതിനുശേഷം നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത് കൂടെ ചേർത്തോതാം. പറ്റുമെങ്കിൽ മതി. ഇല്ല, എനിക്ക് കാഫിറൂൻ മാത്രമേ പറ്റുള്ളൂ, അതോതാ. ഇല്ല, എനിക്ക് വേറൊന്നും അറിയാൻ പാടില്ല, എനിക്ക് ഏതെങ്കിലുമൊക്കെ ചെറിയ സൂറത്ത് അല്ലെങ്കിൽ ഖുൽ ഹു അല്ലാഹു മാത്രമേ അറിയാൻ പാടുള്ളൂ, അത് ഓതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ രൂപം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ശേഷം സൂറത്തുൽ ഫലഖ്. അങ്ങനെ സാധാ നിസ്കാരം പോലെ നിസ്കരിച്ച് 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഫാത്തിഹ ഓതുക, ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്, അതിനുശേഷം കഴിയുമെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തും കൂടെ പാരായണം ചെയ്യാം. ശേഷം സാധാ നിസ്കാരം പോലെ നിസ്കരിച്ച് സലാം വീട്ടാം. ഇത് ഇഖ്ലാസോടുകൂടെയാണെങ്കിൽ, കൽബിൽ അല്ലാഹ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ, വേറൊന്നും വേണ്ട, എൻ്റെ കൽബ് എൻ്റെ റബ്ബുമായിട്ട് കണക്റ്റഡാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിക്കുകയാണ്, മുനാജാത്താണ്, ഇല്ലേ, ആ ഒരൊറ്റ നിസ്കാരം കൊണ്ട് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധരായിത്തീരും. സുബ്ഹാനക യാ റബ്ബ്. ഇനി വേണ്ട, ആ നിസ്കാരത്തിലെ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാനും എൻ്റെ റബ്ബുമായിട്ട് കൂടുതൽ അടുക്കുന്ന നിമിഷമാണ്, എനിക്കും എൻ്റെ റബ്ബിൻ്റെയും ഇടയിലുള്ള മറ നീങ്ങിപ്പോകുന്ന നിമിഷമാണ് സുജൂദിൻ്റേതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ. നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ സുജൂദിൽ കിടന്നൊന്ന് പൊട്ടിക്കരയാൻ? പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി, ആ റബ്ബിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. ആ തസ്ബീഹ് കൊണ്ടാണ് ആഴക്കടലിൽ കിടന്ന മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടതെങ്കിൽ നമ്മൾ ആഴക്കടലിൽ കിടക്കണില്ല, നമ്മളെ മത്സ്യം വിഴുങ്ങിയിട്ടില്ല, നമ്മുടെ പ്രശ്നങ്ങൾ എത്രയോ നിസ്സാരം. ആ തസ്ബീഹ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ധാരാളം. നിങ്ങൾക്ക് അറബി അറിയുമെങ്കിൽ ഏത് ദുആയും ആ സുജൂദിൽ കിടന്ന്, മലയാളത്തിൽ പറ്റൂലേ, ഏത് ദുആയും ഇങ്ങനെ സുജൂദിൽ കിടന്ന് അധികരിപ്പിക്കാം. നമ്മുടെ വാപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചോനെ, ആ വല്ലാത്തൊരു ദുആയാണത്. എന്താ പറയണേ? എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നോട് കരുണ ചെയ്തതുപോലെ നീ അവരോട് കരുണ ചെയ്യണേ. അതെന്തേ അങ്ങനെ പറയാൻ കാരണം? നീ അവർക്ക് കരുണ ചെയ്യണേ എന്നൊന്നുമല്ല, എന്നോട് കരുണ ചെയ്തതുപോലെ നീ ചെയ്യണേ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റൂലേ? പറ്റൂല. മാതാപിതാക്കൾ നമ്മളോട് കരുണ ചെയ്തതുപോലെ ഒരിക്കലും നമുക്ക് അവരോട് കരുണ ചെയ്യാൻ പറ്റൂല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഒരിക്കലും ഒരു സ്വഹാബി സ്വന്തം മാതാവിനിങ്ങനെ ചുമലിൽ താങ്ങിയിട്ട് ത്വവാഫ് ചെയ്യാണ്. അപ്പോൾ ഉമറിനോട് ചോദിക്കുന്നുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഉമറെ, ഞാൻ എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത ചെയ്തോ, നിറവേറ്റിയോ? ഇല്ല. എന്താ അതിൻ്റെ കാരണം? ഉമ്മ നമ്മളെ ചെറുപ്പത്തിലെ കൈകാര്യം ചെയ്തത്, നമ്മളെ കൃത്യമായി ഉമ്മ പൊന്നുപോലെ നോക്കിയതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ മോൻ ഒരുപാട് നാൾ ജീവിച്ചിരിക്കണം എന്ന കൊതിയോടുകൂടെയാണ്. എന്നാൽ നമ്മൾ ഉമ്മാനെ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ഉമ്മാനെ ഇങ്ങനെ കൃത്യമായി നോക്കുന്നത്, വാപ്പാനെ നോക്കുന്നത് ഒരു ചിന്ത മനസ്സിൽ കിടന്നിട്ടാണ്. ഇനി എത്ര നാളെ എൻ്റെ വാപ്പിച്ചുള്ളത്, ഇനി എത്ര നാളെ എൻ്റെ ഉമ്മ ജീവിക്കും, പോണതിന് മുമ്പെങ്കിലും എൻ്റെ ഉമ്മാനെ നന്നായിട്ടൊന്ന് നോക്കണ്ടേ എന്ന് കരുതിയിട്ടാണ്. രണ്ടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഉമ്മായും വാപ്പായും നിന്നെ നോക്കിയത് നീ ഒരുപാട് കാലം ജീവിച്ചിരിക്കാനാണ്.
നീ മാതാപിതാക്കളെ നോക്കുന്നത് എപ്പോഴാണോ മരിക്കുന്നത് അതിനു മുമ്പ് അവർക്ക് നല്ലത് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കൾ നമ്മൾ നോക്കിയതുപോലെ തിരിച്ചു നോക്കാൻ പറ്റൂല. അങ്ങനെ കരുണ ചെയ്യാൻ പറ്റുന്നവൻ റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ദുആയും അറബിയിൽ അറിയുന്ന ദുആയാണെങ്കിൽ സുജൂദിൽ കിടന്നൊന്ന് പൊട്ടിക്കര. ഇനി നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾക്ക് അറബിയിൽ പറയാറിയില്ല, മനസ്സിൽ കൊണ്ടുവന്നോ. എല്ലാ സങ്കടങ്ങളും മലയാളത്തിൽ മനസ്സിൽ കൊണ്ടുവന്നോന്നേ, കുഴപ്പമൊന്നുമില്ല. റബ്ബിനറിയാലോ നമ്മുടെ കൽബിലുള്ള എന്താന്ന്. അലാ യഅലമു മൻ ഖലഖ്, രഹസ്യത്തെ പടച്ചതുപോലും ആ റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ സുജൂദിൽ കിടന്നങ്ങ് കരഞ്ഞു നിസ്കാരം അങ്ങ് തീരുമ്പോഴേക്ക് ആഹാ, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയായി നമ്മൾ പരിശുദ്ധരായി മാറാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനി രണ്ടാമത്തത് ഒരു ചെറിയ ദിക്റാണ്. 70 തവണ ഏറ്റവും ചുരുങ്ങിയത് ഇന്നത്തെ രാത്രി ചൊല്ലാൻ പറ്റും നിങ്ങൾക്ക്? വേറൊന്നുമില്ല, അത് നമുക്കറിയാതെ ദിക്റാണെന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയ ദിക്ർ അത് ഇസ്തിഗ്ഫാറാണ്. വസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. വെറുതെ ചൊല്ലിയാൽ പോരാ. ഞാൻ എപ്പോഴും ഉണർത്തിയിട്ടുണ്ട്, ഇല്ലേ? നെയ്ച്ചോറ് 33, ബീഫ് റോസ്റ്റ് 33, പിന്നെ ചിക്കൻ കറി അല്ലെങ്കിൽ പരിപ്പ് കറി 33. അപ്പോൾ എത്രയായി? 99. 100 തേക്കാൻ വേണ്ടി ഒരു 65 കൂടെ 100. വല്ല ടേസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ? നമ്മൾ വിഴുങ്ങിയില്ല, നമ്മൾ കഴിച്ചില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ ഇസ്തിഗ്ഫാർ കൽബിൽ തട്ടണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് പാപം പൊറുക്കൽ മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത അള്ളാഹു ഉറപ്പാക്കും. നിങ്ങൾക്ക് അള്ളാഹു ആരോഗ്യം തരും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഇസ്തിഗ്ഫാറും ഈ 2 റക്അത്ത് നിസ്കാരവും ഇന്നത്തെ രാത്രി പതിവാക്കണം. ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 4 കണ്ടീഷൻസ് ഉണ്ട്. 4 കണ്ടീഷൻ. കാരണം ഇത് തൗബയാണ്, വെറുതെ പറ്റൂല. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. കാക്കത്തൗബ പറ്റൂല. വെറുതെ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അതിന് കാര്യമില്ല. ഇഖ്ലാസ് വേണം. നിബന്ധനകളുണ്ട് 4 കാര്യങ്ങൾ. ഒന്നേതാണ്? നിങ്ങൾ ചെയ്തു പോയ തെറ്റിൽ മുഴുവൻ സങ്കടം വേണം. എന്നെ റബ്ബ് ഇങ്ങോട്ട് പടച്ചു വിട്ടത് തെറ്റ് ചെയ്യാനല്ല, അവനെ അനുസരിക്കാനാണ്, അവനെ തിരിച്ചറിയാനാണ്. പക്ഷെ അതിന് ശ്രമിക്കാതെ ഞാൻ പേക്കൂത്തുകൾ കാണിച്ചവനാ, തെറ്റ് ചെയ്തവളാ, അള്ളാഹിനോട് പൊട്ടിക്കരയണം, ഖേദം വേണം. രണ്ടാമത്തേത് തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിലിരുന്ന് തൗബ ചെയ്യാൻ പറ്റൂല. പലിശക്ക് എടുത്തിട്ടുണ്ട്, ആ പലിശ പരിപാടി അവിടെ തീർത്തിട്ട് വേണം തൗബ ചെയ്യാനായിട്ട്. അല്ലാണ്ട് പലിശക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ മേടിച്ചോണ്ടിരിക്കുക, തൗബയും ചെയ്യാം, നടക്കൂല. മൂന്നാമത്തേത്, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാം. ഒരിക്കലും ഞാൻ മടങ്ങൂല എന്ന് പ്രതിജ്ഞ ചെയ്യാം. നാലാമത്തേത്, മനുഷ്യരുമായി ബന്ധപ്പെട്ട് തെറ്റാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വല്ലതും ചീത്ത വിളിച്ചിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം. എങ്കിലേ അള്ള പൊരുത്തപ്പെട്ട് തരുള്ളൂ. മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ട് മരിക്കാൻ കിടന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റൂല. മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ട് അവനെ പൊരുത്തപ്പെടിക്കാതെ എത്ര നിസ്കരിച്ചിട്ടും എത്ര ഹജ്ജ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അള്ളാഹു അത് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ഈ 4 നിബന്ധനകളോടുകൂടെ ഇന്നത്തെ രാത്രി കുറച്ച് നിമിഷം മതി ലൈഫ് ഒന്ന് കളറാക്കി എടുക്കാൻ പറ്റും. ഇനി വരുന്നൊരു 1 വർഷത്തെ മനോഹരമാക്കി എടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഒരു അത്ഭുത ദിക്ർ ഇന്ന് രാത്രി 7:15 മസാഉൽ ഖൈർ മജ്ലിസിൽ നമുക്ക് പഠിക്കണം. എന്നിട്ട് നമുക്കത് ഒരുമിച്ച് ചൊല്ലണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. ജീവിതം മനോഹരമായി തീരും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പുതിയൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഹദീസ് ക്ലാസ്. അതിൽ സൈക്കോളജി വിഷയങ്ങളുണ്ട്, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്കതിൽ ചർച്ച ചെയ്യണം. അതോടൊപ്പം രാവിലെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം. അങ്ങനെ തുടങ്ങി പലതും ക്ലബ് ചെയ്തിട്ടുള്ള ഒരു 3 മാസത്തെ കോഴ്സ്. 3 മാസത്തെയും കൂടി ഒരു 1500 രൂപയ്ക്ക് ചിലവ് വരുള്ളൂ. ഞാൻ തന്നെ ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കാം. ആഴ്ചയിൽ 2-3 ക്ലാസ്സുകളൊക്കെ ആയിട്ട് 3 മാസം കൊണ്ട് തീരുന്ന ഒരു 40 ഹദീസ്. നിങ്ങൾ പഠിച്ച 40 ഹദീസല്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് അനുയോജ്യമായി ഉൾപ്പെടുത്താൻ പറ്റിയ സൈക്കോളജിക്കൽ വിഷയങ്ങൾ കൂടെ അടങ്ങിയ ഒരു 40 ഹദീസുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നൊരു ക്ലാസ്. റൈഹാൻ എന്നാണ് ആ ഒരു ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആളുകളൊക്കെ അറിയിക്കണം ഇൻഷാ അല്ലാഹ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അറിയിക്കണം. നമുക്ക് ലൈവായിട്ട് സൂമിൽ ക്ലാസ് എടുക്കാം. സൂമിൽ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ നമുക്ക് ക്ലാസ് എടുക്കാം. നമ്മുടെ ജീവിതം മാറും. നമ്മുടെ ലൈഫിലെ നമ്മുടെ മനസ്സിൽ സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ, നിങ്ങളുടെ ലൈഫ് സെറ്റാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ പതിയെ ഇൻഷാ അല്ലാഹ് ഞാൻ അറിയിക്കും. നമുക്ക് 1-2 ആഴ്ചക്കകം തുടങ്ങണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. പുതിയൊരു വർഷം റൈഹാനോടൊപ്പം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതായിരിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുകയും കൂടെ വേണം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യം എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗാർ സൗറിൽ തനിച്ചായപ്പോൾ
അബൂബക്കർ ഇങ്ങനെ പേടിച്ച് നിന്ന സമയത്ത് മുത്തുനബി പറഞ്ഞ മറുപടി എന്താണെന്നാണ് അല്ലേ? എന്തായിരുന്നു അത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ സങ്കടപ്പെടണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ആര് കൂടെയുണ്ട്? അള്ളാഹു കൂടെ. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, ഈ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്നുള്ളത് ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്തിലാണുള്ളത് എന്ന് കൂടെ കമന്റ് ചെയ്യണം. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ. പടച്ചവനെ, ഈ ഒരു വർഷം ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല. കടന്നു വരുന്നൊരു വർഷവും ഞങ്ങൾക്ക് തൃപ്തികരമാക്കണയല്ല. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണയല്ല. നിന്നെ മറക്കാത്ത ഐശ്വര്യം തരണയല്ല. കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മോചനം തരണയല്ല. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല. പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണയല്ല. കൈവടിയല്ല തമ്പുരാനെ, ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ ശിഫാ നൽകണയല്ല. പരീക്ഷകളിൽ പരീക്ഷണങ്ങളിൽ വിജയം നൽകണയല്ല. ഇന്റർവ്യൂവിൽ വിജയം നൽകണയല്ല. ലൈസൻസിന് അപ്ലൈ ചെയ്തവർക്ക് എളുപ്പമാക്കണയല്ല. വിസയ്ക്ക് അപ്ലൈ ചെയ്തവർ, അഖാമക്ക് അപ്ലൈ ചെയ്തവർ എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ഈ സദസ്സിൽ പ്രായം ചെന്ന് ഒരുപാട് ഉപ്പമാരും ഉമ്മമാരുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തരണയല്ല. പടച്ചവനെ, ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഈ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്ന സ്വബാഹുൽ ഖൈറിൻ്റെ അഹ്ലുകാരെ മുഴുവനെയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തു നഈമിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹനീയ തീരം അറിവിൻ പൊൻതാരം സ്വബാഹുൽ ഖൈറ മജ്ലിസിൻ നൂരം. 10,000 അണയും സഭയോരം ഇംദാദി ഉസ്താദിന്റെ സ്വരമൂരം. അജബാലൊരു മജ്ലിസിത്, ഇൽമിൻ നിറകേദാരം. അറിവായിരമേകിടും, നന്മ വെളിച്ചം പകർത്തിയിടും. ഹംദാലെ തുടങ്ങിയിടും, മധു അറിവും പകർന്നിടും. വിക്റും സ്വലവാത്തുകളാൽ അഹദോനിലലിഞ്ഞ